ഗായ്സ്, അപ്പം നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളുമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ രാവിലെ തൊട്ടുള്ള വിഷ്വൽസ് ഉണ്ട്. അപ്പം ആ ഒരു ചെറിയ വ്ളോഗായിട്ട് ഞാൻ മാക്സിമം പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് നമ്മളിപ്പോൾ ഇപ്പം തൊടുപുഴയാണുള്ളത്. അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ വിഷ്വൽസിലോട്ട് പോകാം. ഓക്കെ. ഹായ് ഗായ്സ്, പിന്നു ഇതാ ഡ്രസ്സപ്പായി നിൽക്കുന്നു ഗായ്സ്. എന്നെ ഇത്ര രാവിലെ സീതനെ ജോളി അഭിപ്രായം പറയടേ. ഇതൊക്കെ വരും. ഓ പിന്നെ സെറ്റ് എന്തായാലും നോക്കട്ടെ. കല്യാണ ചെറുക്കൻ ഡ്രസ്സില്ല. കല്യാണ ചെറുക്കൻ്റെ അമ്മ ചായ തരൂ. നോക്കാം ഒരു ചായ കുടിച്ചിട്ട് പരിപാടി തുടങ്ങാം. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇത് എത്രമാത്രം പരിപാടികൾ നടക്കുമെന്നുള്ളത്. കാരണം ഞാനാണ് കല്യാണ ചെറുക്കനെ അനിയൻ. ഞാനിന്ന് വീഡിയോ എടുക്കും എന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ അല്ലേ അപ്പം നാല് വീഡിയോ എടുത്തല്ലേ. വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് എത്രമാത്രം ഇന്നത്തെ കല്യാണത്തെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്കാണോ. അപ്പൊ നമ്മ മിന്നൂനെ ചേട്ടാനെ ഇതാ ബ്യൂട്ടി പാർലർ എങ്ങോട്ട് ബ്യൂട്ടി പാർലറിൽ വന്നാണ്. ബ്യൂട്ടി പാർലർ തുറക്കാത്ത പോലെ തോന്നുന്നു. സാധാരണ അങ്ങനെ അല്ല കേസ് വരുന്നത്. നിന്റെ മുടി എത്തിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനു പറയാനുണ്ടോടി? പറയടി. ഒന്നും പറയാനില്ലല്ലോ. എന്ത് പോയോ? കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട്. ഓ പിന്നെ വിഷയം. ചേട്ടാ ഈ മേർക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടാ? പറയടാ. അപ്പൊ എന്തായാലും നിങ്ങളുടെ പരിപാടി നടക്കട്ടെ, ഞാൻ പോയിട്ടില്ല. നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. പുള്ളി ഡ്രസ്സും പോട്ടെ, മുടിയൊക്കെ ഒന്നുകൂടെ സെറ്റ് ചെയ്യേണ്ട കേസുണ്ട്. അതിനുള്ളിൽ എനിക്ക് പോയി ഫുഡ് കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ട ഒരു ചെറിയൊരു സിറ്റുവേഷൻ ഉണ്ട്. സോ നമുക്ക് എന്തായാലും ഫുഡ് കൊണ്ട് കൊടുക്കട്ടെ. കല്യാണത്തിന് രാവിലെ എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ ചൂലൊക്കെ എടുത്ത് അടുക്കാൻ പറ്റുമോ സക്കീർ ബൈ? പട്ടയക്കാൻ എന്റെ പനെ കല്യാണത്തിലൊക്കെ ഞാൻ മപ്പല്ലേ. നന്ദു ഓൺ സ്ട്രൈക്ക് ഗൈസ്. നന്ദു എത്തിയിരിക്കുന്നു. പറയാനുണ്ടോ? അല്ല, ഒന്നും പറയാനില്ല. ജോളി പ്രത്യേക മെൻഷൻ. കല്യാണ ചെറുക്കൻ റെഡി ആയിരിക്കുന്നു. മുടിയൊക്കെ നല്ല രസമായി, മരം പോലെ ഇരിക്കുന്നത്. കൊള്ള. മിന്നു എന്തിയടാ? മിന്നയുടെ കട്ട മേക്കപ്പാണ് അവിടെ. ഇവളാണോ ഇനി കല്യാണ പെണ്ണ്? പിന്നെ കണ്ണൊക്കെ മിന്നു പ്രാർത്ഥിക്കണം. മിന്നു വിഷയം തന്നെ കേട്ടോ. മിന്നു കല്യാണ പെണ്ണ്. മിന്നു തുറന്നു നോക്കിക്കൂടി. ഐസ് ഓപ്പൺ. കമോൺ. ഓ മിന്നു എന്റെ മോനെ, ഏത് മൂഡ്. ഓ എന്റെ മോനെ എന്തൊരു ഗ്ലോ. മിന്നു നമുക്ക് വാതിൽ നോക്കാം. മിന്നു കല്യാണ പെണ്ണ് ഞാൻ വാതിൽ തുറത്തി. സുഹൃത്തുക്കളെ കമോൺ. ഓ ദൈവം കല്യാണം ചെറുക്കനൊക്കെ മിന്നു എന്തൊരവസ്ഥയാ തുറക്കണേ. ദൈവമേ ഗായ്സ് വിഷയം കേട്ടോ. മിന്നു കൊണ്ട് ചെതറിക്കളഞ്ഞു. ഓ എന്തായാലും അവിടെ നിന്ന് പോയി സെറ്റ് ചെയ്യട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ. മോനുമാണിത് ഗൈസ്. രാവിലെ എന്തൊക്കെ ചെയ്യണം ഗൈസ്? വരും പൂ വാങ്ങിക്കണം, ഫുഡ് വാങ്ങിക്കണം. എന്റെ മോനെ എന്റെ ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെയും ഇരിക്കുകയാണ്. എല്ലാവരും ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഇടൂ. എന്താല്ലേ വ്ളോഗേഴ്സിന്റെ കാര്യം. ഓ സെറ്റ് മോനെ. അപ്പം ഞാനെന്തായാലും ഒരുങ്ങട്ടെ കേസ്. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഈ ഒരു കളറാണ്. ഇതും അകത്ത് ഈ ഒരു വൈറ്റ് ഷർട്ടുമാണ്. ഒന്നിട്ടെ ആദ്യം. ഞാനെന്തായാലും ഹാഫ് ഔട്ട്ഫിറ്റായി. ദൈവം മുടിയൊന്നും ചെയ്യില്ല. കല്യാണ ചെറുക്കന് മുറുകി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. സീനില്ലല്ലോ അല്ലേ? ഒരു വെള്ള ബ്ലാക്ക് ഷൂ, ബ്ലാക്ക് വാച്ച്. നമ്മൾ സെറ്റായിരിക്കണം ഗൈസ്. നമ്മളെന്തായാലും സെറ്റായിട്ടുണ്ട്. നമ്മൾ സെറ്റായിട്ട് ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നമ്മൾ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അവരങ്ങ് പോയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പം എന്നാലും നമുക്കും പോയി
എന്താ സംഭവങ്ങൾ ഒക്കെ ഒന്ന് കാണാം. പല ഭാവത്തിലും ദൈവം നടക്കുന്നതൊക്കെ വീഡിയോ ഏത് മൂഡ് ഗൈസൊക്കെ ഇച്ചിരി പണിയുള്ള പരിപാടി കേട്ടോ. എൻ്റെ മോനെ കണപ്പെണ്ണെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള നമ്മുടെ മിന്നു. എൻ്റെ പോലെ മിന്നും വീഡിയോ ഷൂട്ടിന് വേണ്ടി വന്നു. നമ്മൾ ഫോട്ടോഗ്രാഫിയാണ്, വേറെ ആരും ഷൂട്ട് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും എന്നാണ് വിഷയം പരിപാടി കേട്ടോ. കൊള്ളാമല്ല, എങ്ങനെട്ടാ തിരപ്പാണോ? മമ്മി കൊള്ളാട്ടോ, കോസ്റ്റ്യൂം കൊള്ളാം. എന്തായാലും മൂടായിട്ടുണ്ട്. എൻ്റെ മോനെ എന്തായാലും ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഉണ്ണേശനെ പ്രാർത്ഥിക്കാനുള്ള പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് വ്ലോഗ് എത്രമാത്രം സെറ്റാണെന്ന് ഉന്നയിക്കാത്തത്, കാരണം ഭയങ്കര ഷൂട്ടിങ്ങും എല്ലാം കൂടെ നടക്കുന്നില്ല. സോ നമുക്ക് എന്തായാലും എനിക്കറിയത്തില്ല എന്താവും. അവളെ പൊടി മുഴുവൻ വായിലേ കുട്ടിയാണ്. നമ്മളപ്പോൾ എന്തായാലും ഇറങ്ങുകയാണ്. അപ്പം നമ്മുടെ വണ്ടി ഇത് തന്നെയാണ്. അപ്പം നമ്മളെന്തായാലും വണ്ടി എടുത്ത് കയറാനുള്ള പരിപാടിയിലാണ്. അപ്പം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പോയിട്ടുണ്ട്. അപ്പം അത് വരുന്നു. നമ്മൾ ഇവിടെ ഉണ്ട്. നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടോ? എന്തായാലും പിന്നെ അവിടെ ചെന്ന ആൾക്കാരൊക്കെ വളരെ ആതിഥ്യമര്യാദ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താവും അറിയത്തില്ല. ആദ്യമായിട്ടാണ് കല്യാണം ഇവൻ കഴിക്കുന്നത്. അതുകൊണ്ട് ഇതില്ല. വ്യത്യസ്തമായ ഒരു ഫോട്ടോഗ്രാഫി രീതിയാണ് ഗസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരാണ്. എന്തൊക്കെയല്ലേ ഫോട്ടോഗ്രാഫി ഭാവി അളിയൻ കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ്റെ ഭാവി അളിയൻ. ഓക്കെ, എല്ലാവരും ഓൺ സ്ട്രൈക്ക്. അന്നക്കോട്ടൻ വന്നിട്ടുണ്ട്. ജൂലിയാൻ്റെ എന്നെക്കുട്ടി ഗൈസ്. പെണ്ണ് വന്നിട്ടുണ്ട് ഗൈസ്. പെണ്ണ് വന്നിട്ടുണ്ട്. അയ്യോ സീൻ. ചേച്ചി റെഡിയാണല്ലോ അല്ലേ? ഒരംഗത്തിന് നമ്മൾ പുറപ്പെടേണ്ടിയിരിക്കുന്നു കേട്ടല്ലോ. ഇനി പൊക്കിട്ടോ, കണക്ക് എന്നല്ലേ പപ്പ് നടക്കുന്നു. പരിചയപ്പെടുവിൻ, നമ്മുടെ മമ്മിയുടെ ചേച്ചി. ഇല്ലി ഹായ് പറയൂ. ഹായ് പറ പ്ലീസ്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. പെണ്ണിനെ വലിച്ചിറക്കുന്ന രംഗങ്ങൾ അങ്ങനെ എന്നെ പിടിച്ചിറക്കുന്നല്ലേ, അത് തന്നെ കറക്റ്റ്. ഇതൊക്കെ ഒരു മാനേജ്, ഇതൊക്കെ ഫുള്ളിരുന്ന് കണ്ടോളം. അത്രേ ഉള്ളൂ. എല്ലാം ബ്ലോഗ് വരും, ഫുൾ സാധനം ബ്ലോഗ് വന്നിരിക്കും, ഒരു വിഷയമില്ല. ചേച്ചി ചിരിച്ചേ, ഇനിക്കുള്ള ചിരിക്കാം. അത് ചിരിക്കും, അങ്ങനെയാ സെറ്റാ. ചേച്ചി ടെൻഷൻ അടിക്കണ്ടോ, ഞാനിവിടെ ഉണ്ട്. എല്ലാ വ്ളോഗും എല്ലാവരും പള്ളി കയറാനുള്ള പരിപാടിയാണ് ഗൈസ്. കുറച്ച് നിർദ്ദേശങ്ങൾ തരുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പള്ളിയിലോട്ട് കയറാം. ഇനി എന്തായാലും കുർബാന കഴിഞ്ഞ വ്ളോഗ് നടക്കത്തുള്ളൂ. അപ്പം നമുക്ക് കുർബാന കഴിയട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുന്നു. ഗൈസ് എന്തായാലും കുർബാനയൊന്നും ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആഫ്റ്റർ കുർബാന ഫോട്ടോഗ്രാഫി എല്ലാവരും ഇവിടെ ഉണ്ട്. ടോമി ചാച്ചൻ, അപ്പം മമ്മി മിന്നു ഇവിടെ വിഷയ ഫോട്ടോഗ്രാഫി ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ആൽഫി ഹായ് കൂടെ. ആൽഫി ഫ്രം മൈസൂരല്ലേ? അല്ല മൈസൂർ അലക്സ അതല്ലോ അല്ലേ? സോറി ഡേ മാറിപ്പോയി. അളിയ ഒരു ഹായ് കൊടുത്തളിയാ. ഇതാണ് എൻ്റെ ഒരേ ഒരു അളിയൻ പണ്ണാൻപള്ളി. ഇത് ചേട്ടയുടെ ഫ്രണ്ട്സ്. എല്ലാവരും പരിചയപ്പെട്ടേക്കാം. വ്ളോഗാട്ടോ. നിങ്ങളെ എന്തെങ്കിലും പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ പരിചയപ്പെടുത്തിക്കൊള്ളുക. എത്ര വർഷമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളാണ്? പറയടേ. അതാണ്, അത് മതി. ഇത് നമ്മുടെ ഡോക്ടർ സിറിൽ, പണ്ണാൻപള്ളി ഡോക്ടർ സിറിൽ. അത് തന്നെ. അയ്യോ ഇതാണ് നമ്മുടെ അജയേട്ടൻ. ഗൈസ്, നമ്മുടെ ഉണ്ണിയാച്ചൻ ഇന്ന് ഒരു
ചാച്ച ഇന്നത്തെ നമ്മുടെ ആ ഒരു ആ കഥ ഉണ്ട്. ഞാൻ വിചാരിച്ചില്ല അതുപോലെ ആവുന്നു. ഓഡിയോ കഥ ഞാൻ എന്നായിരിക്കും എൻഡിങ് എന്നാന്ന് എല്ലാ അച്ഛന്മാരെല്ലാം കഥ പറഞ്ഞ വിഷയമാണ്. അത് സൂപ്പറായിട്ടുണ്ട്. നല്ല സൂപ്പർ കഥയാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവൻ മുഴുവൻ ഖുർആന് കൂടി എന്റെ സന്തോഷമാണ് സൂപ്പർ സൂപ്പർ കുർബാനയാണ്. പറയാ സൂപ്പർ സൂപ്പർ. അമ്മീ എടാ ചേട്ടാ ഒറ്റ സെക്കൻഡ് കേട്ടോ. എടാ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന്റെ അവര് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ആണല്ലേ? ഓ കൊള്ളാം കൊള്ളാം. നടക്കട്ടെ ഇല്ല അതൊക്കെ ചൂടോടെ എടുത്താലും സമാധാനത്തുള്ളൂ. അപ്പൊ ഇനി എന്തായാലും ചൂടോടെ നല്ല വെയിലാണ് കേസ്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും കഴിക്കാം. അലക്സ നിനക്ക് എന്തെങ്കിലും പറയടാ. നിനക്ക് ഈ കല്യാണത്തെ പറ്റി അഭിപ്രായം പറയാ. ആ നല്ല അഭിപ്രായം. സൂപ്പർ ഗൈസ്. നമ്മുടെ ഒഫീഷ്യലി അങ്ങനെ സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേജിൽ പോട്ടെ. അപ്പൊ ഞാൻ വന്നു കേട്ടോ. ഇനി പോവാം. ആ എളിയൻ എല്ലാവരും ഉണ്ട്. സെറ്റ് ഗൈസ്. ചെറുക്കൻ്റെ എൻട്രി എന്തിനാ അവര്? ആ എൻട്രി. ഓ മോനെ ഇവരെ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഔപചാരികതയുടെ പേരിൽ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. രേണു മിസ്സസ് പ്രേമ ജോസഫ് and Mr. Joseph A.J. Alakippargal Todupuzha. She has completed her medical studies in Ayurveda from the Government Ayurveda Medical College, Trivandrum. ഗൈസ് ഇതാണ് നമ്മുടെ കുട്ടമ്മ. അവള് പോയോ? ഗൈസ് കുട്ടമ്മ ഒരുങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുട്ടമ്മ. നമ്മൾ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ട് കുട്ടമ്മ. ഗൈസ് എല്ലാവരും ഫോട്ടോ എടുത്ത് നമ്മൾ ഇത് എന്താണ് തിരികെ എത്തിക്കാനുള്ള പരിപാടിയിലാണ്. ഗൈസ് നമ്മുടെ അങ്ങനെ ഏകദേശം ഏറെക്കുറെ പരിപാടികളൊക്കെ ഒരുവിധം ഒതുങ്ങി. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അങ്ങ് വിദൂരതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും ഞാൻ ആലോചിക്കുകയാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് റോളില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വന്ന് അഭിനവ് നമ്മുടെ മച്ച അഭിനവ് വന്നിട്ടുണ്ട്. ഓ വിശ്വ അഭിനവ് തൊട്ടുപുഴ തന്നെയാണ്. അതുകൊണ്ട് അഭിനവ് തൊട്ടടാണ് അഭിനവ് ഓടിച്ചാടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെന്ന് ഇച്ചിരി പോസ്റ്റായിട്ട് ഇങ്ങനെ മിന്നുണ്ട്. ആ മിന്നു ചിക്കൻ കഴിച്ചോണ്ടിരിക്കുന്നു. കാണാമോ? ചിക്കൻ കഴിച്ചോണ്ടിരിക്കണം അവള്. അപ്പം ഞാൻ കഴിച്ചില്ല കേട്ടോ. ചിക്കൻ ടേസ്റ്റ് ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിച്ചു. എന്താ നീ എന്ത് തേങ്ങയാടി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം നമ്മള് അടുത്ത പരിപാടി മെനു. അതെ ഇതൊന്ന് കഴിക്കണം. പിന്നെ കഴിക്കാന്ന് പറയാം. നമ്മളെ കഴിക്കാൻ വന്നേക്കുന്നു. ശരി എന്നത് ഒത്തുകല്യാണോ? നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ആദ്യമായിട്ട് പരിപാടികൾ ഒത്തുകല്യാണം നമുക്കില്ല. സീല കല്യാണ ചെറുക്കനും പെണ്ണിനെ പരിപാടിയുള്ളൂ. അവര് നമ്മ ഷെയ്ക്കാൻ്റെ അടുത്ത് തൊലയും. ഓ അതേടാ പാടാട്ടോ ഈ സംഭവം. ഭയങ്കര പാടാ. പരിപാടി തീരുന്നതിന് മുമ്പ് കട്ട് ഐസ്ക്രീം കഴിക്കുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത്. എന്റെ അഭിനയം നീ ഇതിന് ഇത്ര പ്രായം ഇതിന് കൂട്ടു നിൽക്കലോ? എനിക്കാണതോ? അല്ല ഞാൻ നീ തന്നോണ്ടാ. എന്തായാലും നമുക്ക് കുറച്ച് ഐസ്ക്രീം കഴിക്കാം ഗൈസ്. ഗുലാബ് ജാം മധുരം ചീത്തയാടോ. അമ്മയോട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടെണ്ണോ? ഇല്ല മിന്നു കഴുകി ഗൈസ് എന്നല്ല. നമ്മളെന്തായാലും സൈബർ സെക്യൂരിറ്റിയുടെ പ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ അഭിനവ് വന്നിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. തിരക്കുള്ള സാഹചര്യത്തിൽ അവരും ആ തിരക്കുകളെല്ലാം ഒഴിവാക്കുകയാണ്. അപ്പം തിരക്കേറിയ ജീവിതത്തിലും അഭിനവ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. കസിൻസിനെ തട്ടി മാറ്റിക്കൊണ്ട് ഇതാ ആൽഫി നന്ദു. അപ്പം നമ്മൾ തിരക്കേറിയ ജീവിതത്തിൽ അഭിനവ് ആ തിരക്കുകളെല്ലാം ഒഴിവാണ്. നമുക്ക് പഠിക്കാനുണ്ട്, പഠിപ്പിക്കാനുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ വന്നു. അതാണ് ഗൈസ് നമ്മളെന്തായാലും ഡെഡിക്കേഷൻ ടീച്ചറാട്ടോ. നമ്മളെന്തായാലും ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജ് വന്ന് നിൽക്കുകയാണ്. ഇതാണ് സ്റ്റേജ്. എല്ലാ പരിപാടിയും കഴിഞ്ഞോട്ടെ. എല്ലാവരും തന്നെയൊക്കെ പോയി ഒന്ന് ഒതുങ്ങി. ഓ ഇവരുടെ ഒരു അവസ്ഥ എന്ന് ഓർത്താണ് ഗൈസ്. എന്ത് പപ്പായും മമ്മി എന്തിന്? ഓ ഗൈസ് അവിടെ പപ്പായും മമ്മി ഇതെവിടെ എന്ത് പപ്പ കേട്ടോ ഇരിക്കുന്ന കേട്ടോ. എന്റെ ദൈവമേ മമ്മി ചിരിക്കുന്നുണ്ട് ഗൈസ്. മമ്മി ഓ കൊള്ളാം. എന്തായാലും നമുക്കൊരു ഫോട്ടോ എടുക്കാം. എന്തായാലും എക്സാമിന് എവിടെയും പോകണ്ട, പഠിക്കാൻ നോക്കാം. അത്ര എനിക്ക് അഭിനവ് എന്നെ വിട്ട് പോവുകയാണ് ഗൈസ്. അയ്യോ എല്ലാ വീഡിയോ വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു സന്തോഷം. ഇത് ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് പോയി കഴിക്കാൻ.
എനിക്ക് ശരിക്കും സന്തോഷം. ചുമ്മാ പറയും. പക്ഷെ നാളെ ജസ്റ്റിന് എടുത്ത് പഠിക്കണം. നാളെ പഠിക്കാൻ എക്സാം ആണ്. അതിന് നന്നായി നല്ലപോലെ പഠിച്ച് നമ്മൾ ജയിക്കുന്നു. അവസാനം തോക്കും. ചങ്കാണ് ക്ലാസ്സിൽ നിന്ന് എല്ലാരെയും വിളിക്കാൻ ഞാൻ മാത്രം ഉണ്ടാവും. അതെ ചങ്കാണ്. മാണി കട്ടപ്പനൊന്നും അറിയണ്ടത്. അച്ഛനിത് ഇതിപ്പോ ചോറിന് കഴിഞ്ഞത് രണ്ടാമത്തെ സെക്ഷൻ. അച്ഛനിതാ ഇത് കഴിക്കാൻ നിൽക്കുന്നത്. എന്നാലും അച്ഛൻ്റെ പ്രസംഗം കേട്ടോ. ഇതാരാ പ്രസംഗം? നീ എന്നാ പറഞ്ഞാൽ ഞാൻ കഴിക്കുമല്ലേ? അതാണ് അച്ഛൻ. കഴിച്ച് നമ്മൾ ഫൈനലി എന്തായാലും കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. അതെ അയ്യോ 1 2 4 ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. ഇവരെ വിടുന്ന ലക്ഷമാണ്. സിംഗിൾസ് ഇതിന് മടുത്തിട്ട് നിൽക്കുന്നതാണോ? അല്ലല്ലേ, അങ്ങനെയാണല്ലേ. സ്റ്റൈലായിരുന്നല്ലേ രേണു ചേച്ചി? സെറ്റ് ആ സ്റ്റൈലുള്ളായിരുന്നു. ഇവിടെ ഗുഡ് സ്റ്റൈൽ. സിംഗിൾസ് മടുത്തിട്ട് നിന്നാ. അതെ പോസ് അല്ലായിരുന്നു കേട്ടോ, മടുത്തിട്ട് നിന്നാണ്. ഇത് രേണു ചേച്ചിയുടെ പപ്പ, മമ്മി, ബേബിച്ചാച്ചൻ, ഉണ്ണിയച്ചൻ, പപ്പ, അളീനപ്പുറത്തുണ്ട്. അളീൻ്റെ തല കാണത്തില്ല. ഇത് മമ്മി. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അയ്യോ മടുത്ത് എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ടാവും ബാക്കി കഴിക്കും. നമ്മളങ്ങനെ ഒത്തുവരാൻ കഴിഞ്ഞാൽ ഇവിടെ പോലെ ലോകർത്തിരിക്കുന്നു. ഹായ്, മടുത്തില്ല അല്ലേ? അത് മതി. എല്ലാവരും ഉണ്ട്. ഇന്നത്തെ നമ്മുടെ മൈക്ക് അവര് ഫൈനൽ എന്തോ ചർച്ചയിലാണ് ഗൈസ്. എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നതെന്ന് അറിയുന്നില്ല ഗൈസ്. മോന് വളരെ ഷോ ആയിട്ട് ഭയങ്കര ഷോയാണ്. കുറെ നേരം ഈ ഷോ കഴിഞ്ഞിട്ട് അവനെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിപ്പോ ഏതാ കല്യാണത്തിനൊക്കെ കല്യാണം ചെറുക്കാൻ ആരും തെറ്റിദ്ധരിക്കരുത്. അവൻ വെറുതെ ഷോ ഇട്ട് കോട്ടൊക്കെ ഇട്ടിരിക്കുന്നതാണ് ഗൈസ്. കിട്ടിയിട്ടുണ്ട്. ഗായ്സ് ഇപ്പൊ നമ്മൾ വീട്ടിൽ വന്ന് ഇവിടെ ഇരുന്ന് കട്ടൻ കാപ്പിയും കേക്കും കഴിച്ചോണ്ടിരിക്കണം. ഗായ്സ് നോക്കൂ, എല്ലാരും കട്ടൻ കാപ്പി കുടിക്കുകയാണ്. എല്ലാരും ഒന്ന് കാണിച്ചേക്കും. അച്ഛനും കപ്പിയാരും എല്ലാരും ഇരിപ്പുണ്ട് ഗായ്സ്. ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ നമ്മുടെ പേരമ്മച്ചുണ്ട്. നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ ഏറെക്കുറെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ എന്തെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിക്കാനുണ്ടോ? ഉണ്ടേ പറയാട്ടോ. നിങ്ങളുടെ ഒന്നും പറയില്ല. ഉണ്ണിയച്ഛൻ എവിടെ எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ മൂട് വന്ന്. ബ്ലോഗർ വീണ്ടും ബ്ലോഗർ ഓൺ ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ പോയിട്ട് വരാം. വിവേക് ഓക്കെ. ആൻറ്റി ഓക്കെ. അപ്പം നമുക്ക് ഇനിയും കാണണം 21-ാം തീയതി. അതെ ഓക്കെ. 21 ഡേറ്റ് വരത്തില്ലേ? അപ്പം ഗൈസ് അയ്യോ നിങ്ങൾ വരുന്നില്ല. നീ വാടാ. പിന്നെ നീ വണ്ടിയൊക്കെ രേണു ചേച്ചി കല്യാണത്തിന് തന്നെ മറക്കല്ലേ കേട്ടോ. ഓക്കെ 21-ാം തീയതിയാണ്. അന്ന് 4 മണിക്ക് എത്തിയില്ല എന്നൊന്നും പറയില്ലേ. ഓക്കെ അപ്പം പോവാല്ലേ? മമ്മി നിമി കമോൺ മമ്മി പോവാം. ഓക്കെ 21 ഗായ്സ്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിതാ ഒടുവിൽ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. സം ടൈലന്റ് വീഡിയോ കാഴ്ചകൾ, ഓരോരോ ആർഭാടങ്ങൾ. ഇപ്പം കല്യാണം വരെ ഇത്രയും വിഷയം. അപ്പൊ കല്യാണം ഏത് റേഞ്ചിലുള്ള വിഷയമായിരിക്കും ഓർത്ത് നോക്കി. കല്യാണത്തിനൊക്കെ മോനുമാണ് മെയിൻ. ടൈലന്റ് ഉണ്ണിയച്ച എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാല്ലേ? ജോലിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പരിപാടിയെല്ലാം അടിപൊളിയല്ലായിരുന്നോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് തലേത്തെ കളറായിട്ടാ പിന്നെ വന്ന്